മഴ മാറിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് മഴയത്താണെങ്കിലും ഞങ്ങൾ ഇറങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാഗിൻ്റെ മെയിൻ അട്രാക്ഷനായ സ്ക്വയറിലെത്തി. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. പ്രാഗിൻ്റെ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്ന മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ മെയിൻ പ്ലേസ് ആണ് ഈ സ്ക്വയർ. ആ സെൻറ്ററിൻ്റെ നടുക്കിൽ തന്നെ ഒരു ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. ഈ ചെക്കിലെ ഒരു റിലീജിയസ് റിഫോമർ ജാൻ ഹസ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലെയാണ് അവരിത് പണിതിരിക്കുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മോണുമെൻ്റാണ് അവിടുത്തെ. പിന്നെ അതിന് ചുറ്റും പള്ളികളുണ്ട്. ഒരു സെൻറ്റ് നിക്കോളാസ് ചേർച്ച്, പിന്നെ വേറെ ഒരു പള്ളിയുണ്ട്, പിന്നെ കുറേയൊക്കെ റെസിഡൻഷ്യലും ഉണ്ട് എന്ന് തോന്നുന്നത്. പിന്നെ അങ്ങനത്തെ ഓരോ എക്സിബിഷനുകളും അങ്ങനെയൊക്കെയാണ് ഈ ബിൽഡിങ്സൊക്കെ. അപ്പോൾ ആ പഴയ മോഡലിൽ തന്നെയാണ്, പക്ഷേ അകത്തൊക്കെ അവർ കുറച്ച് മോഡേണൈസൊക്കെ ആക്കിയിട്ടുള്ളതാണ്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉണ്ട്. 1410 ഉണ്ടാക്കിയതാണ്. അത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ക്ലോക്കിൽ ഒന്നാണ്. അത് വർക്കിംഗ് കണ്ടീഷനിലുമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അത് ഓരോ മണിക്കൂർ കൂടുമ്പം അതിൻ്റെ മുകളിലൊരു ചെറിയ കിളിവാതിൽ പോലെയുണ്ട്. അപ്പോൾ ആ കിളിവാതിലിൽ കൂടി കുറേ ബൈബിളിലെ ക്യാരക്ടേഴ്സാണെന്ന് തോന്നുന്നു, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് താഴെ കുറേ പിന്നെ ഒരു സ്കെലിട്ടൺ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കൊട്ടുവോ എന്തൊക്കെയോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഷോ പോലെയുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിറച്ച ആൾക്കാരായിരിക്കും, എല്ലാം ഓരോരോ മണിക്കൂർ കൂടുമ്പോഴും. അപ്പം ഞങ്ങൾ പോയി, നമ്മൾ 6 മണിക്ക് വൈകുന്നേരം 6 മണിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ ഇതിപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ അവിടെ ഒരു മേത്തമ്മണിയുണ്ട്. അതും ഇതുപോലെയാണ്, വളരെ പഴയ ഒരു ക്ലോക്കാണ്. അതും വളരെ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഒരു ക്ലോക്ക് തന്നെയാണ്. അപ്പോൾ അതേപോലെ സിമിലർ ടു ദാറ്റ് അതേപോലെയാണിത്. അപ്പോൾ അങ്ങനെ ചെറിയ മഴയത്ത് നല്ല രസമാണ്. ആ ഇതിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് ആ സ്ക്വയറിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, വളരെ നല്ലൊരു വൈബാണ്. നിറച്ച് കഫേസും കുറേ ഷോപ്പുകളും, എപ്പോഴും ഇങ്ങനെ ലൈവ്ലി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ പഴയ ടൈപ്പ് കാറുകൾ, ഒരു ആൻറ്റിക് ടൈപ്പ് കാറുകളിൽ നമുക്ക് വേണമെങ്കിൽ പ്രാഗ് ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ അതേപോലെ കുതിരവണ്ടിയിൽ അവരൊരു 15 മിനിറ്റ്സ് അവരിങ്ങനെ കൊണ്ടുപോകും. പിന്നെ പണ്ടത്തെ ഒരു ട്രാം പോലെ ഒരു ട്രെയിൻ പോലെ ഒരെണ്ണമുണ്ട്, അതിലും നമ്മളിങ്ങനെ പ്രാഗ് വേണമെങ്കിൽ കാണിച്ചിട്ട് വരും. അപ്പോൾ ഇതെല്ലാം വേറെ വേറെ ടിക്കറ്റ് എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇതെല്ലാം എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് അവരുടെ കൂടെ ചെയ്യാം, കുറേ പെർഫോമൻസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ വളരെ നല്ലൊരു ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് പിന്നെ നടന്നു പോയി. അവിടുത്തെ ചെറിയ ചെറിയ വഴികളൊക്കെ കൂടെ ഓരോ ഷോപ്സും അങ്ങനെയൊക്കെ നല്ലൊരു രസമാണ്. അതിൽ കൂടി മഴയാണെങ്കിലും ഞങ്ങളിങ്ങനെ നടന്നു, വണ്ടികളൊന്നും വരാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ ചാൾസ് ബ്രിഡ്ജിലെത്തി. ചാൾസ് ബ്രിഡ്ജും അവിടുത്തെ ഒരു വലിയ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ്. 14th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രിഡ്ജാണ്, പക്ഷേ അപ്പുറവും ഇപ്പുറവും കുറേ തൂണുകളിൽ ഇങ്ങനെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. അത് ഓരോ സെയിൻറ്റിൻ്റെയും, ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തത്, അങ്ങനെ ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ ഓരോ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തോ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ ഈ റിവറിൻ്റെ പേര് വൾത്താവ റിവർ എന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ചാൾസ് ബ്രിഡ്ജിൽ. അതിൻ്റെ മുകളിൽ കൂടി കുറേ ബ്രിഡ്ജുണ്ട് നമ്മൾ വണ്ടിയൊക്കെ പോകാനായിട്ട്. ഇതിപ്പോൾ ഈ വശത്ത് കൂടി ആ വണ്ടിയൊന്നും പോകില്ല, നമ്മൾ നടക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. മഴ എപ്പോഴും ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ നനഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ ഇനിയിപ്പം പനിയൊന്നും വരുത്തണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ആ ട്രെഡൽ നിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പേസ്ട്രി ഉണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞത്. അത് അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പേസ്ട്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൈദയുടെ റോള് പോലെ ഇങ്ങനെ ചുറ്റി ആക്കിയിട്ട് അതിനകത്ത് അവർ കാർഡം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മസാലയൊക്കെ പൊടിച്ചിട്ട് അതിനകത്ത് പഞ്ചസാരയും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഔട്ടർ കവറിങ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വെച്ച് തരും, അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും ചോക്ലേറ്റ് നല്ല ക്രീമി ചോക്ലേറ്റ് വെച്ച് തരും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അവരെന്തൊക്കെയോ വെച്ച് തരും. അപ്പോൾ നമ്മൾ ന്യൂട്ടേല ആണ് എടുത്തത്.
ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് ഇനി അടുത്ത് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.